നമസ്കാരം, എല്ലാവർക്കും PSC സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വരാനിരിക്കുന്ന PSC പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർക്കായി പ്രധാനപ്പെട്ട മുൻവർഷ GK ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? സമാധാനപരമായ സഹവർത്തിത്വം, വംശീയവാദത്തോടുള്ള വിദ്വേഷം, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. ഇതെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ടി പ്രകാശം. താഴെ നൽകിയിരിക്കുന്നവയിൽ നിവർത്തന പ്രസ്താവനവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? NV ജോസഫ്, C കേശവൻ, TM വർഗീസ്. അപ്പോൾ 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരി. താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. ശരിയാണ്. പുലയർ എന്ന കവിത എഴുതി. അപ്പോൾ 1, 3 ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ ആണ് സുരേന്ദ്രനാഥ ബാനർജി. ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യം ശ്രീലങ്കയാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈനയൊക്കെ ഉൾപ്പെട്ടതാണ്. ആൻഡമാൻ ദ്വീപ സമൂഹത്തെയും നിക്കോബാർ ദ്വീപ സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം? ഓപ്ഷൻ ബി ആണ് 10 ഡിഗ്രി ചാനൽ. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ഓപ്ഷൻ ഡി ആണ് കാരക്കോറം. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം ബീഹാറാണ്. ഭൂമിയുടെ അന്തർഭാഗത്തെ പാളികളിൽ ഏതാണ് നിഫെ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ആന്തര അകക്കാമ്പ്. നിഫെ എന്ന് വെച്ചാൽ നിക്കൽ, അയൺ ആണ്. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ബസാൾട്ടാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി? ഓപ്ഷൻ ഡി ആണ് ശരി. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ഇതിൽ യോജിക്കാത്തത് ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിംഗ് ആണ്. തെറ്റാണ്. ഏഷ്യൻ വികസന ബാങ്ക് ഫിലിപ്പീൻസിലെ മനിലയിലാണ്. ലോക ബാങ്ക് വാഷിങ്ടൺ DC. ശരിയാണ്. ഭാരതീയ റിസർവ് ബാങ്ക് മുംബൈ. അന്താരാഷ്ട്ര നാണ്യനിധി വാഷിങ്ടൺ DC ആണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജി ആയിരുന്നു. ശരിയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി. എല്ലാം ശരിയാണ്. വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 ശരിയാണ്. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ്. ശരിയാണ്. ലോക വ്യാപാര സംഘടന ഗാട്ടിൻ്റെ പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു. ശരിയാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. തെറ്റാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. അപ്പോൾ 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1950 ശരിയാണ്. ഇന്ത്യയിലെ ആസൂത്രണത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. ശരിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മഹലനോബിസ് ആണ്. തെറ്റാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് KN രാജ് ആണ്. അപ്പം തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ കാലയളവ് ഏത്? 1970കളുടെ മധ്യം മുതൽ 1980കളുടെ മധ്യം വരെയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: 2021 ജനുവരി 1 റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണ്. ശരിയാണ്. പിന്നെ ശരിയായിട്ടുള്ളത് 3 ആണ്. പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനായുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചിക. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി. 1, 3 ശരിയാണ്. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിന് അറിയപ്പെടുന്ന പേര്? ഓപ്ഷൻ ബി ആണ് ജെറി മാൻഡറിങ്. അടുത്ത ക്വസ്റ്റ്യൻ.
ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന അനുച്ഛേദം ഏത്? 330 മുതൽ 342 വരെയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി. ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത് ആര്? അതിർത്തി നിർണയ കമ്മീഷനാണ്. ദേശീയ ഗവൺമെൻറ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി? ഓപ്ഷൻ സി ആണ് പി.കെ. തുങ്കൻ കമ്മിറ്റിയാണ്. ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന നിർദ്ദേശ തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ ഡി ആണ് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ലോകസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്പൽ കുമാർ സിംഗ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി? ഓപ്ഷൻ എ ആണ് ജെ.ബി. കൃപലാനിയാണ്. അയാൾക്ക് അർഹതയില്ലാതെ ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട്? ഓപ്ഷൻ സി ആണ് കോ വാറന്റോ. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് നീലം സഞ്ജീവ റെഡ്ഡി. കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11-നാണ്. ഓപ്ഷൻ എ ആണ് ശരി. കേരളത്തിൽ പദ്ധതി? ഓപ്ഷൻ സി ആണ് സുഹൃതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം? കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 ഭരണഘടനയിൽ ഭരണ ട്രൈബ്യൂണലിനെ പറ്റി പ്രതിപാദിപ്പിക്കുന്ന അനുച്ഛേദം? അനുച്ഛേദം 323A ആണ്. ഓപ്ഷൻ എ ആണ് ശരി. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ വായുവിനിമയവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന അളവുകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം 2500 to 3000 ml. പിന്നെ ശരിയായിട്ട് വരുന്നത് നിശ്വാസ സംഭരണ വ്യാപ്തം 1000 to 1100 ml. അപ്പോൾ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. പെട്രാർക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിലെ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തുക. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് സസ്യപ്ലവക ഘട്ടം. പിന്നെ വരുന്നത് മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം. അടുത്തത് മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം. ലാസ്റ്റ് കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം. ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക. മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതമാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ശരി. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ടൈപ്പ് 2 പ്രമേഹവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം? ഇൻസുലിൻ. ഇപ്പോൾ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ്. ജീവിതശൈലി രോഗവുമായി കരുതപ്പെടുന്നു. ശരിയാണ്. അടുത്തത് ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്നും അറിയപ്പെടുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉമാണ്. നയനാമൃതം, പാദസ്പർശം, സിറാസ് ആണ്. അടുത്തത് ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ ഏത്? സൈക്കോവ് ഡി ആണ്. ഓപ്ഷൻ ബി ആണ് ശരി. തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് 0 ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ ഉപയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏത് നിയമമാണ്? ഓപ്ഷൻ സി ആണ് പാസ്കൽ നിയമം. പ്രൊജക്ടൈൽ മോഷൻ ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ജാവലിൻ്റെ സഞ്ചാരം. ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് DLV-TB. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം? ഓപ്ഷൻ സി ആണ് ശരി, മണ്ണ്. ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ഓപ്ഷൻ എ ആണ് ബോയിൽ നിയമം. കാർബണിൻ്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം? ഓപ്ഷൻ ബി ആണ് ഗ്രാഫൈറ്റ്. ഏത് മേഖലയിലെ ഗവേഷണത്തിനാണ് 2021 കെമിസ്ട്രി നോബൽ സമ്മാനം നൽകിയത്? ഓപ്ഷൻ ഡി ആണ് അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചന്തു മേനോൻ്റെ നോവലുകൾ ഏവ? 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഇന്ദുലേഖ, ശാരദ. ഓപ്ഷൻ ഡി ആണ് ശരി. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മണിമാധവ ചാക്യാർക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ശരി. 1ഉം 2ഉം 3ഉം ശരിയാണ്. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു.
കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ വനിതാ താരം PV സിന്ധു ആണ്. ഓപ്ഷൻ ബി ആണ് ശരി. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയാണ്. 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയ കലാകാരൻ P. ജയചന്ദ്രനാണ്. ഓപ്ഷൻ ബി ആണ് ശരി.